നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ നാട്ടിലേക്ക് UAE-യിൽ നിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ അയക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെയും അവ കിട്ടാതായിരിക്കുന്നു. UAE-യിൽ പൊതുവെ ഇതിന് ഉപയോഗമില്ലാത്തതിനാൽ തന്നെ പല കമ്പനികളുടെയും പക്കലുണ്ടായിരുന്ന കുറച്ച് യന്ത്രങ്ങളാണ് പലരും വാങ്ങി നാട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവയുടെ ആവശ്യം വർദ്ധിച്ചത് മനസ്സിലാക്കി പല കമ്പനികളും വിതരണക്കാരും വിദേശത്ത് ഓർഡർ നൽകിയിട്ടും ഇതുവരെ ലഭ്യമായിട്ടുമില്ല. യന്ത്രത്തിനായി നെട്ടോട്ടമോടുന്നവരോട് ഇനിയും കാത്തിരിക്കാനാണ് കമ്പനിക്കാരുടെ മറ്റും അഭ്യർത്ഥന. മുൻപ് ലഭ്യമായിരുന്ന 5 ലിറ്റർ യന്ത്രങ്ങൾ പോലും ഇപ്പോൾ ലഭ്യമല്ല. വലിയ പ്രയോജനമില്ലാത്തതിനാൽ ഇതിനുള്ള ആവശ്യക്കാരും കുറഞ്ഞിരിക്കുകയാണ്. 8 ലിറ്റർ 10 ലിറ്റർ യന്ത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. അടുത്ത ആഴ്ചകളിൽ എത്തുമെന്ന് കമ്പനികൾ പറയുന്നുണ്ടെങ്കിലും ഉറപ്പില്ല താനും. ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് മിക്ക കമ്പനികളും. പക്ഷേ അടുത്ത ലോഡ് എപ്പോൾ എത്തുമെന്ന് അവർക്കും പറയാനാകില്ലെന്നാണ് കരുതുന്നത്. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കൂടുതൽ ലോഡുകൾ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇവയൊന്നും ഇതുവരെ എത്തിയിട്ടുമില്ല. ചില ആശുപത്രികളും ഇവ ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്കും 10 ലിറ്ററിന്റെ യന്ത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. ഈദ് അവധി ആയതുമൂലം ഔദ്യോഗിക നടപടികൾക്ക് കാലതാമസം നേരിടുന്നതും തിരിച്ചടിയായി മാറി. ചില കമ്പനികളുടെ യന്ത്രങ്ങൾ തുറമുഖത്തെത്തിയതായും അറിയുന്നുണ്ട്. സർക്കാർ നടപടികൾ കാത്തുകഴിയുന്ന ഇവ ഈദ് അവധി കഴിഞ്ഞാലുടൻ ലഭ്യമാക്കുമെന്നാണ് കമ്പനി അധികൃതരും വ്യക്തമാക്കുന്നത്. നാട്ടിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായതോടെയാണ് ഇവയ്ക്കും ചില ജീവൻ രക്ഷാ മരുന്നുകൾക്കും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി നിയന്ത്രണം നീക്കിയത്. ഏപ്രിൽ 30 ഇറക്കിയ ഉത്തരവ് പ്രകാരം ഇവ ഉപഹാരങ്ങളായി നാട്ടിലേക്ക് അയക്കാം. ജൂലൈ 31 വരെ ഇവ അയക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. നാട്ടിലേക്ക് അയക്കുന്ന 1000 രൂപയ്ക്ക് മുകളിലുള്ള ഉപഹാരങ്ങൾക്ക് കസ്റ്റംസ് തീരുവയും GSTയും അടയ്ക്കണമെന്നാണ് ചട്ടം. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെയും മറ്റും കാര്യത്തിൽ കസ്റ്റംസ് തീരുവ ഇളവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ GST നൽകണം. ഇങ്ങനെ ഇളവ് പ്രഖ്യാപിച്ചതോടെയാണ് നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് മറ്റും ഈ സമയത്ത് നൽകാവുന്ന ഏറ്റവും നല്ല ഉപഹാരം എന്ന നിലയിൽ പലരും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വാങ്ങി അയക്കാൻ തുടങ്ങിയിരുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലേക്കും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ഇത് വാങ്ങി അയക്കാൻ ആളുകൾ തിരക്ക് കൂട്ടിയതോടെ UAE-യിൽ കമ്പനികളുടെയും വിതരണക്കാരുടെയും പക്കലുണ്ടായിരുന്ന എല്ലാ യന്ത്രങ്ങളും പെട്ടെന്ന് തീരുകയായിരുന്നു. 5 ലിറ്റർ യന്ത്രങ്ങളാണ് കൂടുതലായും നാട്ടിലേക്ക് അയച്ചിരുന്നത്. ഇത് മാത്രമാണ് കിട്ടാനുണ്ടായിരുന്നത്. 70,000-ത്തിലധികമായിരുന്നു വില. 10 ലിറ്ററിനാകട്ടെ 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം രൂപയാകും. 8 ലിറ്ററിനാകട്ടെ 97,000 രൂപയാണ് വില. ചെന്നൈയിലെ ചില വിതരണക്കാരെ സമീപിച്ച് അവിടെ നിന്ന് കേരളത്തിലേക്ക് അയക്കാനും ശ്രമിക്കുന്നവരുമുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം മുതൽ ലഭ്യമായതായി അറിയുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഇവയെന്ന് ചൂണ്ടിക്കാട്ടുന്നുവെങ്കിലും ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ ചെറിയ ആശ്വാസം എന്ന നിലയിലാണ് പലരും ഇത് വീടുകളിൽ കരുതുന്നത്. എന്നാൽ 5 ലിറ്റർ കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ലഭിക്കില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. തന്നെയുമല്ല, വാങ്ങിയ പലരും അത് തിരികെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി ഈ രംഗത്തുള്ളവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 8 ലിറ്റർ 10 ലിറ്റർ ഉപകരണങ്ങളാണ് ചെറിയ തോതിലെങ്കിലും പ്രയോജനം ചെയ്യുക. അതും കോവിഡിന്റെ ആദ്യ നാളുകളിൽ ചെറിയ തോതിൽ ഓക്സിജൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ ആവശ്യം 10 മടങ്ങ് വർദ്ധിച്ചതായും സ്റ്റോക്ക് തീർന്നതിനാൽ കൂടുതൽ എണ്ണത്തിന് ഓർഡർ നൽകിയിട്ടുള്ളതായും ആസ്റ്റർ റീറ്റെയിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോസ് ശ്രീധരൻ വ്യക്തമാക്കി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഡോക്ടറുടെ ഉപദേശപ്രകാരവും നിരീക്ഷണത്തിലുമാണ് ഇവ ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.